പ്രൈസ് ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം എന്ന് പറയുന്നത് എഫെസോസ്യർക്ക് എഴുതിയ ലേഖനത്തിലെ 2-ാമത്തെ അധ്യായത്തിലെ 8-9 തിരുവചനങ്ങളാണ്. വചനം ഇപ്രകാരം പറയുന്നു: വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അത് നിങ്ങൾ നേടിയതെടുത്തല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല. പ്രിയപ്പെട്ടവരെ, വചനം നമ്മളോട് ഇപ്രകാരമാണ് പറയുന്നത്: വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവം ദാനമായിട്ട് നൽകുന്നതാണ് രക്ഷയെന്ന് പറയുന്നത്. എന്താണ് രക്ഷ? രക്ഷ എന്ന് പറയുന്നത് നമുക്ക് എന്താണ് രക്ഷ എന്ന് പറയുന്നത്? പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിൽ, മനുഷ്യൻ്റെ ജീവിതത്തിൽ, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ അവനെ അനശ്വരനായിട്ടാണ് സൃഷ്ടിച്ചത്. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. അവനെ അനശ്വരനായിട്ടാണ് സൃഷ്ടിച്ചത്. എന്നാൽ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് പാപം കടന്നു വന്നപ്പോൾ അവൻ്റെ അനശ്വരത, നിത്യജീവൻ അവന് നഷ്ടപ്പെട്ടു പോവുകയാണ്. നിത്യജീവൻ നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ നിത്യജീവൻ നൽകുവാനായിട്ട്, അവനെ നിത്യതയിലേക്ക് ദൈവത്തോടൊപ്പമായിരിക്കുവാനായിട്ട്, ദൈവം നിത്യനാണ്, ദൈവം അനശ്വരനായതുകൊണ്ട് ആ ദൈവത്തോടൊപ്പം ആയിരിക്കണമെങ്കിൽ നമുക്കും ആ അനശ്വരത ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മളെ അനശ്വരാക്കുവാനായിട്ട്, നിത്യജീവൻ നൽകുവാനായിട്ട് ഈശോ ഈ ലോകത്തിലേക്ക് കടന്നുവന്ന് മുഖേനമാണോ, ഏതാണോ നമ്മുടെ നിത്യതയെ നഷ്ടപ്പെടുത്തിയത്, നമ്മുടെ നഷ്ടപ്പെടുത്തിയത് പാപമാണ്. പാപം വഴിയാണ് നമ്മുടെ നിത്യത നഷ്ടപ്പെട്ടു പോയതെങ്കിൽ അതേ പാപത്തിന് ഈശോ പരിഹാരമായിട്ട് തൻ്റെ ജീവൻ കുരിശിൽ ബലിയായിട്ട് നൽകുകയാണ്. അങ്ങനെ തൻ്റെ ജീവൻ ഈശോ കുരിശിൽ പാപപരിഹാര ബലിയായിട്ട്, മോചനദ്രവ്യമായിട്ട് തൻ്റെ ജീവൻ ഈശോ കാൽവരിയിൽ പാപപരിഹാര ബലിയായിട്ട് നൽകുന്നത് വഴി മാനവകുലത്തിന് നിത്യജീവൻ, നിത്യരക്ഷ ലഭിക്കുകയാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്: വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ നമ്മളെന്താണ് വിശ്വസിക്കേണ്ടത്? എന്താണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? നമ്മൾ വിശ്വസിക്കേണ്ടത് കർത്താവായ യേശു ക്രിസ്തുവിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. കർത്താവായ യേശു ക്രിസ്തുവിൽ എന്താണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുരിശിലെ ബലിയുടെ യോഗ്യതയാൽ, യേശുക്രിസ്തു നമുക്ക് വേണ്ടി ബലിയായിട്ട് തന്നെ സമർപ്പിച്ചതിൻ്റെ യോഗ്യതയാൽ, ഈശോയുടെ പീഡാസഹനത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും യോഗ്യതയാൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ നിത്യജീവൻ നമുക്ക് വീണ്ടും കിട്ടി എന്നതാണ്. ആ വീണ്ടെടുത്തു എന്ന സത്യത്തെയാണ്, അതാണ് രക്ഷയെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണെന്ന് പറയുന്നത്. രക്ഷ മനുഷ്യന് ഒരിക്കലും സ്വന്തം ശക്തി കൊണ്ടോ കഴിവുകൊണ്ടോ നേടിയെടുക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ദൈവം തൻ്റെ ഏകജാതനെ ഈ ഭൂമിയിലേക്ക് അയക്കുന്നത്. നമ്മുടെ പാവങ്ങൾക്കും ശാപങ്ങൾക്കും രോഗങ്ങൾക്കും എല്ലാം പരിഹാരം ചെയ്തുകൊണ്ട്, മനുഷ്യൻ്റെ അനുസരണക്കേടിന് ദൈവപുത്രൻ അനുസരണം, മരണം വരെയുള്ള അനുസരണത്തിലൂടെ പരിഹാരം ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ടി ക്രൂശിതനായി കുരിശ് മരണത്തോളം തന്നെ താഴ്ത്തി നമുക്ക് രക്ഷ ദൈവം നേടിത്തന്നിരിക്കുകയാണ് ക്രിസ്തു വഴിയായിട്ട്. പ്രിയപ്പെട്ട നമ്മുടെ വിശ്വാസം, ക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസം, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം. അതുകൊണ്ട് പൗലോസ് പറയുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് രക്ഷയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് യേശുവിലുള്ള വിശ്വാസം വഴിയാണ്. യേശു നമുക്ക് വേണ്ടി സകലതും കാൽവരിയിൽ പൂർത്തിയാക്കി എന്ന വിശ്വാസത്തിൽ നിന്നുമാണ് രക്ഷയുടെ അനുഭവത്തിലേക്ക്, അല്ലെങ്കിൽ ആ നിത്യതയുടെ അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നത്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് നമ്മുടെ ജീവിതങ്ങളെല്ലാം നമുക്ക് സമർപ്പിക്കാം. വിശ്വാസത്തിൻ്റെ ആ യേശുവിലുള്ള വിശ്വാസം നമ്മളിൽ ശക്തി പ്രാപിക്കുവാനായിട്ട്, ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ സർവവുമായിട്ട് സ്വീകരിക്കുവാനായിട്ട് നമ്മുടെ ഹൃദയത്തെ നമുക്ക് ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് വിട്ടുകൊടുക്കാൻ. പ്രിയപ്പെട്ട ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് നമുക്ക് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെക്കാം. പ്രിയപ്പെട്ടവരെന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന നിമിഷങ്ങളിൽ
നീ ഒരുപാട് ഭാരപ്പെട്ട് തകർന്ന ഹൃദയവുമായിട്ട് നിരാശയുടെ പടുകുഴിയിൽ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ എന്തു ചെയ്യണമെന്നറിയാതെ കണ്ണീരും വിലാപവുമായിട്ട് നിൽക്കുന്നൊരു അവസരത്തിലാണെങ്കിൽ, പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ ദൈവത്തിൽ വിശ്വസിക്കുക, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കുക തന്നെ ചെയ്യും. കാരണം നിനക്ക് വേണ്ടി സകലതും പൂർത്തിയാക്കിയ ഒരു ദൈവമാണ്. നിനക്ക് വേണ്ടിയാണ് അവൻ കാൽവരിയിൽ യാഗമായി മാറിയത്. നിൻ്റെ പാപങ്ങളും ശാപങ്ങളും രോഗങ്ങളുമാണ് അവൻ ഏറ്റെടുത്തത്. അതുകൊണ്ടാണ് 1 Petrus 2:24 വചനം ഇപ്രകാരം പറയുന്നു: നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി. അത് നാം പാപത്തിന് മരിച്ചു നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. അവൻ്റെ മുറിവിനാൽ നീ സൗഖ്യമുള്ളതായിരിക്കുന്നു. അവൻ്റെ മുറിവിനാൽ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. ഈ വലിയൊരു ബോധ്യത്തോടു കൂടി നമ്മുടെ ജീവിതങ്ങളെ ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാൻ. പ്രിയപ്പെട്ടവരെ, പൂർണ്ണമായി നമുക്ക് വിട്ടുകൊടുക്കാം. ദൈവത്തിൻ്റെ ശക്തി, അഭിഷേകം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ ശക്തി നിമിഷങ്ങളിൽ എന്നെ കേൾക്കുന്ന മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക് വ്യാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എന്നെ കേൾക്കുന്ന ഈ മക്കളുടെ ഭവനത്തിലേക്ക്, അവരായിരിക്കുന്ന അവസ്ഥകളിലേക്ക് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ ശക്തി വ്യാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എഫെസോസ് ലേഖനത്തിൻ്റെ 2:8 വചനത്തിൻ്റെ ശക്തി വ്യാപിക്കട്ടെ. വിശ്വാസത്തിൻ്റെ അഭിഷേകം ഈ ഭവനങ്ങളിലേക്ക് വ്യാപിക്കട്ടെ. കേൾക്കുന്ന വ്യക്തികളിലേക്ക്, അവരുടെ മനസ്സിലേക്ക്, ചിന്തകളിലേക്ക്, ശരീരങ്ങളിലേക്കെല്ലാം വ്യാപിക്കട്ടെ. ഏതെങ്കിലും രോഗത്തിൻ്റെ അവസ്ഥയിൽ പിടിയിലായിരിക്കുന്ന വ്യക്തികളുടെ രോഗങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യം പ്രാപിക്കട്ടെ. നിരാശകളുടെ, ദുഃഖത്തിൻ്റെ കെട്ടുകൾ അഴിയട്ടെ. സാമ്പത്തിക കടബാധ്യത കെട്ടുകൾ അഴിയട്ടെ, അഴിഞ്ഞു പോട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കും. മത്തായി 28:18 അധികാരത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിൻ്റെ ശക്തി ഇവരിലേക്ക് വ്യാപിക്കട്ടെ. ഇവരായിരിക്കുന്ന കുടുംബത്തിലേക്ക്, ഭവനത്തിലേക്ക്, ഭവനത്തിൻ്റെ അന്തരീക്ഷങ്ങളിലേക്കെല്ലാം വ്യാപിക്കട്ടെ. എല്ലാ ശാപങ്ങളുടെ കെട്ടുകൾ അഴിയട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ശാപരോഗങ്ങളുടെ കെട്ടുകൾ അഴിഞ്ഞു മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പൈശാചിക ആധിപത്യങ്ങളുടെ കെട്ടുകൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിന് മുമ്പ് എല്ലാ തിന്മയുടെ ശക്തികളും കീഴ്പ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, പരിശുദ്ധ അമ്മ ദൈവമാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് എന്നെ ശ്രവിക്കുന്ന ഓരോ മക്കളെയും അവരുടെ നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷകളുടെ ആമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലേപോലെ എപ്പോഴും നീക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.